വണ്ടിപ്പെരിയാറിലെ ഒരു ബ്യൂട്ടിഫുൾ ഒരു കുന്നിന്റെ മുകളിലുള്ള ഒരു 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 എന്താ പറയണ്ടേ, അങ്ങനെ ഒരു ഫാം ഹൗസ് പോലത്തെ സ്ഥലത്താണ് ഇവരുടെ താമസം. സോ അതിന്റെ ഒരു അപ്പൊ ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആംബിയൻസ് ഒന്നും അല്ലെങ്കിൽ ലോഡ് ഓഫ് ഗ്രീനറി. അത് ആക്ച്വലി അതെ, ഞാൻ വിനായകനോട് പാട്ടുകൾ എഴുതി എഴുതി കവിത പോലത്തെ സിനിമകളാണ് അല്ല വിഷ്വലി ഓൾസോ. വിനായകന്റെ എഴുത്തിൽ വിനീതേട്ടൻ ഒരു കഥാപാത്രമായിട്ടെന്ന് പറയുന്ന വലിയൊരു ഫാക്ടർ ഉണ്ട്. എന്താണ് റോസ്ലിൻ എന്ന തുടക്കം അറിയേണ്ടതുണ്ടല്ലോ. വിനീതേട്ടന് എഴുത്തുകാരനിൽ നിന്ന് തുടങ്ങാം. റോസ്ലിൻ ഒരു ഫാമിലി ബാക്ക്ഡ്രോപ്പിൽ നടക്കുന്ന ചെറിയ മിസ്റ്ററി സ്വഭാവമുള്ള ഒരു വെബ് സീരീസാണ്. റോസ്ലിൻ എന്നുള്ള പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു 17 വയസ്സുകാരിയായിട്ടുള്ള ഒരു പെൺകുട്ടി, അവളുടെ പേരാണ് റോസ്ലിൻ. റോസ്ലിനാണ് നമ്മുടെ പ്രൊട്ടാഗണിസ്റ്റ്. റോസ്ലിനും റോസ്ലിൻ്റെ വീടും റോസ്ലിൻ്റെ വീട്ടിലുള്ളവരും ആണ് ഈ സീരീസിൽ ഏറെക്കുറെയുള്ള വളരെ ചുരുങ്ങിയ കഥാപാത്രങ്ങൾ അവരാണ്. അവരിലൂടെ റോസ്ലിൻ്റെ ഒരു വെക്കേഷൻ സമയത്ത് പതുക്കെ എന്നാൽ കൃത്യമായി അൺഫോൾഡ് ആവുന്ന സംഭവങ്ങളാണ് ഈ സീരീസ്. അതിൻ്റെ ട്രെയിലറിലൊക്കെ സൂചിപ്പിക്കുന്ന പോലെ ഫാമിലിയിലുള്ള മെമ്പേഴ്സ് അല്ലാതെ റോസ്ലിൻ എൻകൗണ്ടർ ചെയ്യുന്ന വേറൊരു വ്യക്തിയും കൂടെയുണ്ട്. ആ വ്യക്തിക്ക് പച്ചക്കണ്ണുകളാണ് എന്ന് ട്രെയിലർ കണ്ടാൽ മനസ്സിലാവും. പച്ചക്കണ്ണുള്ള ഈ വ്യക്തി റോസ്ലിൻ്റെ സ്വപ്നങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. കഴിഞ്ഞിടെയായി റോസ്ലിൻ ഈ പോസ്റ്ററിൽ നോക്കിയാൽ കാണാം, കുറേ ബുക്സ് കാണാം. റീഡിങ്ങിൽ വളരെ ഇൻറ്റു ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. വളരെ വിഡ്രോൺ ഫ്രം സോഷ്യൽ ആക്ടിവിറ്റീസ് ആയിട്ട് മൊത്തം പുസ്തകങ്ങളിലും ഫിക്ഷനിലും സ്പെൻഡ് ചെയ്യുന്ന ഒരു ഇൻ്റർനാഷണൽ സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അവൾ വായിച്ച് പോകുന്ന ഫിക്ഷനിൽ ഒരു കഥാപാത്രമാവാം, ആരോ ആവാം. അവൾ പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് എൻകൗണ്ടർ ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്. അയാൾക്ക് പച്ചക്കണ്ണാന്ന് മാത്രം അവൾക്കറിയാം. ആ ക്യാരക്ടറായിട്ട് ഇതിനകത്ത് ഒരാൾ വരുന്നുണ്ട്. ഹക്കീമാണ് റോൾ ചെയ്തിരിക്കുന്നത്. അപ്പം അത്രയൊക്കെയാണ് റോസ്ലിൻ. ബാക്കി ഇത്രയും പറയാൻ പറ്റുന്ന ഫാക്ടേഴ്സ് ആണല്ലേ? ഇത്രയും പറയാൻ പറ്റുന്ന ഫാക്ടേഴ്സ് എല്ലാം ഒരുമിച്ച് ഞാനങ്ങ് പറഞ്ഞു. വിനായക് പറഞ്ഞ പോലെ തന്നെ ഒരു വെരി സ്വീറ്റ് ഒരു ഫാമിലി ഫീൽ ഗുഡ് എന്ന് പറയില്ലേ നമ്മള്, ഒരു നല്ലൊരു ക്യൂട്ട് ലിറ്റിൽ ഫാമിലി. അവരുടെ പിന്നെ അതിൻ്റെ ഒരു ആംബിയൻസ്, ഈ കഥാപാത്രങ്ങൾ. ഇപ്പം ഞാൻ ചെയ്യുന്നത് റോസ്ലിൻ്റെ അച്ഛൻ ജോൺ, മീനാസ് ഡൂയിങ് റോസ്ലിൻസ് മദർ ശോഭ ജോൺ, ആൻഡ് ഒരു മോളും ഒരു ചെറിയ മോനും ഉണ്ട്, ആരൻ. സോ അങ്ങനെ ഒരു ക്യൂട്ട് ലിറ്റിൽ ഒരു നഴ്സറി, അതുപോലെ ഒരു കാറ്റിൽ ഫാമുണ്ട്. ദെൻ പല മൃഗങ്ങൾ അതൊക്കെ ഉണ്ട് അവിടെ, കോഴികൾ, ഇത് ചെടികൾ. ഇവർ മെയിൻലി നഴ്സറിയാണ്. അപ്പം അങ്ങനെ ഒരു വണ്ടിപ്പെരിയാറിലെ ഒരു ബ്യൂട്ടിഫുൾ ഒരു കുന്നിൻ്റെ മുകളിലുള്ള ഒരു ഒരു എന്താ പറയണ്ടേ, അങ്ങനെ ഒരു ഫാം ഹൗസ് പോലത്തെ സ്ഥലത്താണ് ഇവരുടെ താമസം. സോ അതിന്റെ ഒരു അപ്പൊ ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആംബിയൻസ് ഒന്നും അല്ലെങ്കിൽ ലോഡ് ഓഫ് ഗ്രീനറി. അത് ആക്ച്വലി അതെ, ഞാൻ വിനായകനോട് പാട്ടുകൾ എഴുതി എഴുതി കവിത പോലത്തെ അല്ല വിഷ്വലി ഓൾസോ. എനിക്ക് എസ്പെഷ്യലി അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴും നമ്മൾ ഈ ലൊക്കേഷൻ ഇറ്റ് വിൽ ജസ്റ്റ് ഡ്രോ യു ഇൻ ടു ദാറ്റ്, ദെൻ യു ബിക്കം ദാറ്റ് ക്യാരക്ടർ. ആ മുറികളിൽ നിന്ന് പോകുമ്പോഴും അപ്പൊ അങ്ങനെ അവര് വളരെയധികം ആ കഥയ്ക്ക് വളരെ അനുയോജ്യമായ ഒരു കഥാപാത്രമാണ് ഈ വീട്, ദിസ് ഹൗസ്. ഇതിലില്ലാതൊന്നു നമ്മൾ വേറൊരു പോസ്റ്റിൽ അതിൻ്റെ ഒരു ലൈറ്റപ്പ് ചെയ്ത ഒരു സിലവറ്റ് ഇതുണ്ട്. അപ്പൊ ആ വീട്ടിന് ഇപ്പൊ നമ്മൾ ഇതിന്റെ ഡ്രോൺ ഷോട്ട്സ്, അപ്പൊ അന്ന് അറിയില്ല, ഇപ്പൊ ഈ ഡ്രോൺ ഷോട്ട്സ് കാണുമ്പോൾ അതിന്റെ ഒരു പ്രകൃതിയുടെ ഒരു ഭംഗി മനസ്സിലാവുന്നത്. ആ ഇടുക്കിയുടെ ഒരു ഭംഗിയും ഈ വീട് സ്ഥിതി ചെയ്യുന്ന ഒരു ഐസൊലേറ്റഡ് ഹില്ലിന്റെ മുകളിൽ വിത്ത് ഫുൾ ഓഫ് ട്രീസ്. സോ ഹൗ ദാറ്റ് ഹാസ് കോംപ്ലിമെന്റഡ് ദ സ്റ്റോറി. അതിന്റെ ആ കുട്ടിയുടെ ഒരു മാനസികാവസ്ഥ എന്താണെന്നുള്ളത് ഈ വീട്ടിലൂടെ തന്നെ ഇവർ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്.